ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് പിക്സൽ കാർ റേസർ എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. ഇതിൽ നമ്മൾ കളിച്ചിട്ട് കുറേ കാലമായി, എന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. തുടക്കം മുതൽ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ദിവസം എടുക്കും, ചിലപ്പോൾ മാസങ്ങൾ വരെ എടുത്തേക്കാം. ഇതൊക്കെ പൈസ ഉണ്ടാക്കി ഡയമണ്ടൊക്കെ ആയി. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കിയിട്ട് കാണിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ വണ്ടികൾ എന്ന് പറയുന്നത്. സൂപ്പർ ഉണ്ട്, പിന്നെ നിസാൻ GTR ഉണ്ട്, പിന്നെ ഡോഡ്ജ് ഉണ്ട്, അതുപോലെ BMW ഉണ്ട്. അങ്ങനെ പല ഈ വണ്ടിയുടെ പേരെന്തായിരുന്നു, അത് ആ മുകളിലത്തെ പേര് നിങ്ങൾ നോക്കണ്ട. അത് നമ്മൾ വെറുതെ വണ്ടി എടുക്കുമ്പോൾ തന്നെ ടൈപ്പ് ചെയ്യേണ്ട പേരാണ്. ഇത് ഏതാ മോഡലെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായി കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ രണ്ട് വണ്ടികൾ, ഈ നീലയും ഈ നിസാനാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ബാക്കി വണ്ടികളൊക്കെ നമ്മൾ അടുത്തായിട്ട് നമ്മൾ സുപ്രേനെ നമ്മൾ പരിചയപ്പെടുത്തി പോകുന്നത്. അപ്പോൾ സുപ്ര വെച്ച് ഡ്രാഗ് റേസ് നടത്തി നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, നമുക്ക് ഡ്രാഗ് റേസിനെ കൊണ്ടുപോകാം. ഓക്കെ ചാമ്പ്യൻസ്, ഓക്കെ തുടക്കി. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കളി കൊടുക്കാം. നമ്മളപ്പം വന്നിരിക്കുന്നത് ഇവനെയാണ് നമ്മളിന്ന് പൊട്ടിക്കേണ്ടത്. നമ്മൾ വണ്ടിയിൽ കുറച്ച് സെറ്റിങ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, 2 ഗിയർ മാത്രം ഇട്ടാൽ മതി. 2 ഗിയറിലോട്ട്, അതായത് സാധാരണ ഒരു വണ്ടി റേസ് ചെയ്യുമ്പോൾ ഫുൾ ഗിയർ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ ആകണം. പക്ഷേ ഇതിനത് വേണ്ട. ഇതിൽ വെറും 2 ഗിയർ നമ്മൾ സെറ്റിങ്സ് ചെയ്തതുകൊണ്ട് 2 ഗിയർ മാത്രം ഇതാക്കിയാൽ മതിയാവും. ഓക്കെ ഗൈസ്, ഫസ്റ്റ് നമുക്ക് ആക്സിലേറ്റർ കൊടുക്കണം, റേസ് ചെയ്യാം. വണ്ടി ബാനോട്ട് ചെയ്തിട്ട് ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഈ കാണുന്ന സ്വിച്ച് സിലിണ്ടറിൻ്റെയാണ്. അതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത്. ഈ സാധനം കണ്ടോ, ഇതിങ്ങനെ പോകുന്നത്. ഇത് ക്ലച്ചും ഇത് ബ്രേക്കുമാണ്. ഓക്കെ, നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞേക്കാണ്. സെക്കൻഡ് റൗണ്ടാണ്. ഓക്കെ, അടുത്ത സെക്കൻഡ് റൗണ്ട്. സേമിയ. ഓക്കെ, വേഗം അവനെ തോൽപ്പിക്ക്. അവനെ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, അവനെയും നമ്മൾ തോൽപ്പിച്ചു. ഇനി അടുത്തത് ഒരു ഒറ്റ വണ്ടി കൂടെ ഉള്ളൂ. നമുക്ക് 3 റൗണ്ടാണ് വരുന്നത്. ഒറ്റ കളി ഉണ്ടാവും, പക്ഷേ അതിൽ തന്നെ ആയിട്ട് 3 റൗണ്ട് ഉണ്ടാവും. നമുക്ക് ഫ്രീ ആയിട്ട് പെട്ടി ഇട്ടിട്ടുണ്ട്. ഈ കളി നമുക്ക് ജയിച്ച് നമുക്ക് 1 കോടി, 1 പെട്ടി, 1 ഡയമണ്ടും കിട്ടുന്നതായിരിക്കും. ഈ ഗെയിമിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷമാണ് ഈ ഒരു ടിക്കറ്റിൻ്റെ വില. കാരണം ഇതിൽ നമുക്ക് ജയിക്കുമ്പോൾ തന്നെ ഒരു കോടിയല്ലേ കിട്ടുന്നത്. അപ്പോൾ 2 ലക്ഷമാണ് ഈ ഡ്രാഗ് റേസിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, അടുത്ത ഇവനോടൊപ്പമാണ് നമ്മൾ മുട്ടാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. ഗൈസ്, ഫോണിൽ മെസ്സേജ് വന്നു അതിനിടക്ക്. അത് വിഷയം കണ്ട. ഓക്കെ ഗൈസ്, നമുക്ക് പൈസ ഇത് കിട്ടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, 1 കോടി, 1 പെട്ടി, 1 ഡയമണ്ട്സ്. ഓക്കെ, ഇനി കളിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഷോർട്സിൽ നമ്മൾ സുപ്രയും കാണിക്കുന്നതായിരിക്കും. ബാക്കി വണ്ടികളൊക്കെ നമുക്ക് നാളെ കാണിക്കാം. നാളെ ഈ വണ്ടിയാണ്, പിന്നെ മറ്റന്നാൾ ഈ വണ്ടി, അങ്ങനെ ഓരോ വണ്ടികൾ സ്റ്റെപ്പായി കാണിച്ചാൽ ഇതിലെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ഏത് വർക്കൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചാൽ. മറ്റൊന്ന് നമ്മൾ എൻജിൻ മാറ്റിയിട്ടുണ്ട്. ഇതല്ല, ഇതൊക്കെ 1 കോടി എൻജിനാണ്. ഇത് 4 കോടി, അങ്ങനെയാണ്. ഇതിന് 5 കോടിയാണ്. ഇത് നമ്മൾ ഡോഡ്ജിൻ്റെ എൻജിനാണ് കേട്ടോ, ഡോഡ്ജ് ചാലഞ്ചറിൻ്റെ. പിന്നെ ഒരുപാട് അലോയ്സുകളുണ്ട്. ഇത് അലോയ്കൾ പലതരം, 1 കോടികളതും ഉണ്ട്, ലക്ഷങ്ങളതും ഉണ്ട്, 2000ങ്ങളതും ഉണ്ട്.
പിന്നെ സിലിണ്ടർ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും പവർഫുൾ സിലിണ്ടർ. ഇതിന് 2 കോടി കഴുത്തുണ്ട്. ഇതാണ് 4 ലക്ഷത്തിൻ്റെ സിലിണ്ടർ. പിന്നെ ടർബോ, ഇത് 3 കോടിയാണ്. ഇത് 4 കോടി 50 ലക്ഷം രൂപയാണ് ഈ ഒരു ഇതിൻ്റെ വില. 400 അടുത്തുണ്ട്. പിന്നെ എയർ സസ്പെൻഷൻ ഉണ്ട്. അതുപോലെ ടയർ ഫോർമുല 1 ടയേഴ്സാണ് വരുന്നത്. പിന്നെ ഡിസ്ക് ബ്രേക്ക്, പിന്നെ നമ്മുടെ എക്സോസ്റ്റ്. ഇതിനൊക്കെ അത്യാവശ്യം നല്ല പൈസ ആയിരുന്നു. നല്ല പൊട്ടിക്കണ എക്സോസ്റ്റ് സിസ്റ്റമാണ് നമ്മൾ വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ വളരെ വില കൂടി. ഇതിനൊക്കെ തന്നെ ഉണ്ട് 50,000 രൂപ അടുത്ത്. നിങ്ങൾക്ക് കാണുമ്പോൾ വിശ്വസിക്കില്ല. പിന്നെ പിസ്തൽ, ഇതൊക്കെ 1 കോടി രൂപയാണ്. ഇതൊക്കെ ലക്ഷറി സാധനങ്ങളാണ്. പിന്നെ നമ്മളെ വണ്ടിയുടെ ഇതെത്രയും റാങ്ക് എത്ര വെക്കുകയാണെങ്കിൽ 805 R2 ആണ്. 892 വരുന്നത്. അതുപോലെ മാക്സിമം സ്പീഡ് സൂപ്പറായിട്ട് 459 കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്നത്. HP ഇത് അവിടെ 2433 HP ഉണ്ട്. അങ്ങനെ ഓരോ ടയറിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടർ ബോർഡിൻ്റെ ഇതാണ് എയർ ഫിൽറ്ററാണ്. ഈ കാണുന്ന എയർ ഫിൽറ്ററാണ് കേട്ടോ. ഇതിൻ്റെ ടയറൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും ഇങ്ങനെ തൂക്കിയിട്ടുമ്പോൾ. ഇത് പലതരം എയർ ഫിൽറ്ററുകളുണ്ട്. അതുപോലെ തന്നെ ഇത് വണ്ടർ ഇതാണ് അപ്പോൾ ഇതിന് നമ്മൾ പറയാം സർക്യൂട്ട്. ഇതാണിത്. ഇത് സെൻസറാണ് വണ്ടറെ. നമുക്ക് എത്ര കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് നമ്മളെ വണ്ടി. പിന്നെ നമ്മൾ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞത് നമ്മളെ റേഡിയേറ്റർ. ഇതാണ് റേഡിയേറ്റർ. ഇതാണ് ഇത് അത്യാവശ്യം വില കൂടിയത്, ഏറ്റവും വില കൂടിയതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, 2 പെട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പൊളിച്ചു നോക്കാം. ഓക്കെ, ഒരു അലോയ് ഇട്ടിട്ടുണ്ട്. അത്ര രസമൊന്നുമില്ല. ഓക്കെ, വീണ്ടും ഇത് അത്ര അത്യാവശ്യം രസമുണ്ട്. ഇനി നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് കാണിച്ചു തരാം. ഇതൊക്കെ അടിപൊളി സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ നമ്മൾ സൂപ്പറൊക്കെ രസമാണോ അതോ ഇതാണ് രസം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളത് അടിക്കുന്നതായിരിക്കും. ഇതാണ് എടുത്തിട്ട് ഈ കളറൊന്ന് ഇനി കുറച്ച് അടിച്ച് വയ്ക്കാം. നമുക്ക് ഈ കളർ എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ മറ്റേ ബോഡി കിറ്റിൻ്റെ കാര്യങ്ങളാണ്. 2 ബോഡി കിറ്റേ ഉള്ളൂ. അതെ. പിന്നെ നമ്മളെ സ്പോയിലർ വരുന്നുണ്ട് ഇവിടെ സെക്ഷനിൽ. പിന്നെ ഈ സെക്ഷനിൽ ലൈറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. സ്റ്റിക്കർ, അങ്ങനെ PPF. ഇതൊക്കെ എത്ര സീറ്റ്. ഇതാണ് സീറ്റ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രീമിയം സീറ്റ്. പിന്നെ പെയിൻറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളെ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ട് $200 കൊടുക്കുന്നു. നമ്മൾ സൂപ്പറാണ്. പവറും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം നമുക്ക്. കറക്റ്റ്. അപ്പോൾ ബൈ ഗൈസ്.